കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വീണ്ടും മോട്ടോൺ എന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ വന്നേക്കണം. അത് ആലുവയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മെട്രോ പില്ലർ നമ്പർ 150 നേരെ ഓപ്പോസിറ്റാണ് വന്നേക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ബാക്കിൽ തന്നെ ഒരു റെഡ് കളറ് പോളോ GT കിടക്കുന്നുണ്ട്. അപ്പോൾ പോളോ GT നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇതിൻ്റെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇയേഴ്സും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇവിടുത്തെ സുഹൃത്ത്, എൻ്റെ സുഹൃത്ത് ഇവിടെ റെഡി ആയിട്ട് തന്നെ എൻ്റെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആളുടെ പേര് പ്രശാന്ത് എന്നാണ്. അപ്പോൾ ഇവിടെ മോട്ടോൺ എന്ന യൂസ്ഡ് കാർ ഷോറൂമിലെ മാനേജറാണ് അവൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, മനസ്സിലാക്കി തരും. അതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഈ ഒരു പോളോ GTയുടെ വിശേഷങ്ങളിലേക്ക് പ്രശാന്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷോറൂമിലുള്ള പോളോ GTനാണ്. പോളോ GT 2018 മോഡൽ 19 രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ്. ഫുൾ ഓപ്ഷനാണ് വണ്ടി. പിന്നെ ടയറും കാര്യങ്ങളും ഇൻഷുറൻസും അതുപോലെ അണ്ടർ വാറൻറ്റിയിലുള്ള വണ്ടിയാണ്. 2025 വരെ വണ്ടിക്ക് വാറൻറ്റി ഉണ്ട് നമുക്ക്. അതുപോലെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന വാഹനമാണ്. ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം ഈ ഒരു പോളോ GT ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. പോളോ GT എപ്പോഴും റെഡ് കളറിന് ഭയങ്കര ഡിമാൻഡാണ്. മാത്രമല്ല ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് കമ്പനി സർവീസ് ചെയ്തു പോയേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ പെട്രോളാണ്. പോളോ GT TSI. ബാക്കിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ റിയറിൽ നമുക്ക് സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി വാഹനത്തിൻ്റെ സൈഡ് നോക്കാം. സൈഡായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ സൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. നമുക്ക് ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരാം. ഫ്രണ്ടായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഫ്രണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിൻ്റെ ലിഡും അതേപോലെ തന്നെ ടയർ കണ്ടീഷൻ കാര്യങ്ങൾ നോക്കിയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിനി വീൽ ആർസും ടയർ കണ്ടീഷനിലേക്ക് ഒന്ന് നടന്നേക്കാം. വീൽ ആർസ് ഇവിടെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീൽ ആർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തയ്ക്കുന്ന അലോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിങ്ങനെ ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഉണ്ടോ, അതേപോലെ തന്നെ ഇവിടെ വിൻഷീൽഡായാലും നീറ്റായിട്ടിങ്ങനെ വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഗ്രില്ലൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഗ്രില്ല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലാമ്പായാലും നല്ല പക്ക കണ്ടീഷനിലിരിക്കുന്ന, അതേപോലെ ഫോഗ് ലാംപ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫോഗ് ലാംപ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാമ്പായാലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ റൂഫ് നോക്കാം. റൂഫും ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിട്ട് നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ GT TSIയുടെ ബാഡ്ജും കിട്ടുന്നുണ്ട്. വീലാർസ് നോക്കാം. വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്പോയിലേഴ്സ് കാണാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സ്പോയിലും കിട്ടുന്നുണ്ട്. അതേപോലെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് സൈഡ് പോർഷൻ നോക്കാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇങ്ങനെ വീലാർസിന് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് ആയാലും നല്ല നീറ്റായിട്ട് ഡോർ പാഡ്സ് ആണ്. 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ORVM കൺട്രോളും വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഉണ്ടോ, അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നമുക്കിവിടെ നല്ല ഫുൾ ഓപ്ഷൻ വന്നേക്കണം. ആ ഒരു സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണത്. അതേപോലെ തന്നെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കാം. ബാക്കിയുള്ള കൺട്രോൾസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കാണ് വന്നേക്കണം. അതിൻ്റെ ആ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്ലാറ്റ്ഫോം ആയാലും നീറ്റായിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 76,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. പയ്യെ നമുക്കിനി ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗത്തെ ഡോർ പാഡ്സ് നോക്കാം. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്ത് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ നമുക്ക് സീറ്റ്സിലേക്ക് വരാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹെഡ് റെസ്റ്റ് ആയാലും നല്ല നീറ്റായിട്ട് ഹെഡ് റെസ്റ്റ് നമുക്കിവിടെ കാണാം.
ഒരു ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. നല്ല ലെഗ് സ്പേസ് ചെയ്യുന്ന ലെഗ് റൂം കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല പക്കാ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും നോക്കിയേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് GT TSI ആണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയേ. നല്ല പക്കാ കണ്ടീഷനിലിരിക്കുന്ന വാഹനമാണ്. ഒരു രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. നല്ല ഭംഗിയിൽ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ബാറ്ററി ആയാലും നല്ല പവർഫുൾ ബാറ്ററിയാണ്. ഒരു ലാഗോ കാര്യങ്ങളോ ഇല്ല. പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. പേസ്റ്റിംഗ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പേസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടും സൈഡൊക്കെ ഓക്കെയാണ്, നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇപ്പോൾ നീറ്റായിട്ടിങ്ങനെ ബൂട്ടാണത്. ഒരു രീതിയിലുള്ളൊരു അഴുക്കോ കാര്യങ്ങളൊന്നും ഡാമേജൊന്നും കിട്ടുന്നില്ല. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു, വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ നമുക്കിനി ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. ടയേഴ്സൊക്കെ പുത്തൻ ടയേഴ്സ് തന്നെയാണ് വന്നേക്കുന്നത്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ ടയേഴ്സ് കിട്ടുന്നില്ല. അതേപോലെ സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കും. സ്പെയർ വീൽ റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എന്തെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും ലിഡിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ വണ്ടി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷോറൂം വരുന്നത് ആലുവയിൽ അമ്പാട്ടാവ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ്. 150 പില്ലർ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഷോറൂമിൻ്റെ പേര് മോട്ടോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വില ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. വണ്ടിയുടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 10.5 ലക്ഷം രൂപയാണ്. 10.5 lakhs. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വണ്ടി കണ്ട് വന്ന് സംസാരിക്കാം. നമുക്ക് നെഗോഷ്യബിളാണ്. സൈലൻ്റ്ലി നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിലെല്ലാം തന്നെ നമ്മുടെ അനുരാജേട്ടൻ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.